ശരി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, BJP നേരത്തെ ചർച്ചകളൊന്നും നടത്തിയില്ല. അതേസമയം സന്ദീപ് വാര്യർ പാലക്കാട് പ്രചാരണത്തിന് വരണം, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം, പ്രചാരണത്തിന് വന്നിരിക്കണം എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ തൻ്റെ അഭിമാനക്ഷതം വരുന്ന ഒരു കാര്യത്തിന് തനിക്ക് വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ സന്ദീപ് വാര്യരും BJPയും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ പുറത്തു പോകുമ്പോൾ അതിരൂക്ഷമായ പരാമർശം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പ്രയോഗം തന്നെ നിങ്ങളുടെ പ്രസിഡന്റ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ശിഖണ്ഡി പ്രയോഗം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തു പോകുമ്പോൾ ഈ പ്രയോഗം എത്രത്തോളം ശരിയാണ്? സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയത് ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണോ BJP കരുതുന്നത്? സ്മൃതി, സന്ദീപ് വാര്യർ ഇന്ന് സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് പോയ ആളല്ല. ഇവിടെ പാലക്കാട് ചന്തയിൽ തന്നെ കുറച്ച് നാളുകളായിട്ട് സന്ദീപ് വാര്യർ തന്നെ വച്ചൊക്കെയാണ്. ആ സന്ദീപ് വാര്യർക്ക് എത്ര വിലയിടുമെന്ന് CPMകാരോട് അന്വേഷിച്ച് നടന്നു. AK ബാലനും MV രാജേഷും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഇനി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അതിന് ഏറിയും കുറഞ്ഞുമൊക്കെ വിലയിട്ടു. ആ വില പറ്റാതെ വന്നപ്പോൾ CPIക്കാരുടെ ആഫീസിൽ പോയിട്ട് എനിക്ക് എത്ര വില കിട്ടും എന്ന് ചോദിച്ചു. CPIക്കാരും അയാൾ ആഗ്രഹിക്കുന്ന അയാളുടെ ആഗ്രഹത്തിനൊത്ത വില കൊടുക്കാതെ വന്നപ്പോൾ അവസാനം കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ ചെന്നിട്ട് വില പേശി അങ്ങനെ അദ്ദേഹത്തിന് അർഹിക്കുന്ന വില കോൺഗ്രസ്സുകാർ കൊടുത്തപ്പോൾ ആ വിലയ്ക്ക് അദ്ദേഹത്തെ കോൺഗ്രസ്സിന് വിറ്റിരിക്കുകയാണ്. ഇവിടെ സന്ദീപ് വാര്യറിനെ പോലെയുള്ള ഒരാളിനെ കോൺഗ്രസ് എടുത്ത ദിവസം അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ദിവസമാണ്. കാരണം ഞങ്ങളുടെ സഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പ്രവർത്തകന് അരുംകൊല നടന്ന ദിവസം, ആ ദിവസം VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഞ്ജിത്തിൻ്റെ കൊലയാളികളെയും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ്റെ കൊലയാളികളെയും അടങ്ങുന്ന SDPIക്കാരെ, അതായത് നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIക്കാരെ ഒരുമിച്ച് വിളിച്ച് അവരുടെ പേരിൽ ഇവിടുത്തെ ഗ്രീൻ ആർമിയും ഗ്രീൻ സ്ക്വാഡും ഉണ്ടാക്കി ഇവിടെ വർഗീയ വിദ്വേഷവും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹപരവുമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയുള്ള ഗ്രീൻ സ്ക്വാഡും ഗ്രീൻ ആർമിയും ഉണ്ടാക്കിയ ദിവസമാണ് സന്ദീപ് വാര്യരെയും ഇദ്ദേഹം കണ്ടതെന്നും ഇദ്ദേഹവുമായിട്ട് ഡീല് ഉറപ്പിച്ചതെന്നും ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പോയതല്ല. മാത്രമല്ല, ഇതിനും ഒരു വർഷത്തിലേറെയായിട്ട് നിരവധിയായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ, അത് സംഘടനയ്ക്കകത്ത് തീർത്ത പ്രശ്നങ്ങളും അകത്ത് ചർച്ച ചെയ്ത പ്രശ്നങ്ങളുമായതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് സുരേഷ്, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിൽ ചേരുമ്പോൾ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണല്ലോ, അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെയുള്ള നടപടികൾ ശരിയാണ്. ആ നടപടികൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും സജീവമായി ചർച്ചകളിൽ വന്നിരിക്കുന്ന ഒരു കാലമായിരുന്നല്ലോ. അല്ല, അതിനു മുമ്പ് ഇയാൾ സംസ്ഥാന ഭാരവാഹിക്ക് സമാനനായിരുന്നു. ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രത്യേക ക്ഷണിതാവാണ്, ക്ഷണിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ആ തലത്തിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത വിധത്തിലുള്ള വ്യക്തിപരവും അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട സംശുദ്ധിയോ ഒന്നും പാലിക്കാത്ത രീതിയിലുള്ള ചില പ്രവർത്തികൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് നടപടിയെടുത്ത് മാറ്റി നിർത്തി. അതുപോലെ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആൾക്കാരുടെ ദുരൂഹമായിട്ടുള്ള ഏർപ്പാടുകളും ഒക്കെ പാർട്ടിക്ക് ബോധ്യപ്പെട്ട സമയത്താണ് നടപടിയെടുത്ത് മാറ്റി നിർത്തിയത്. അതിനുശേഷം മാപ്പ് പറഞ്ഞ് വീണ്ടും പാർട്ടിയിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് ഉൾപ്പെടുത്തുകയായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട്. അപ്പോൾ എക്കാലത്തും ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാലിക്കപ്പെടാത്ത മാന്യതയും മര്യാദയും ആദർശശുദ്ധിയും ധാർമ്മികതയും പുലർത്താത്ത ഒരു വ്യക്തി എന്ന നിലയിലുള്ള സംശയവും സന്ദേഹവും
ഇയാളുടെ പുറത്ത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ദേശീയ നേതൃത്വത്തിന് വരെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംശയവും സന്ദേഹമുള്ള ഒരു നേതാവ് നിങ്ങളുടെ പാർട്ടിയിൽ തുടരുകയായിരുന്നു ഈ നിമിഷം വരെ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്, താങ്കൾ ഈ പറഞ്ഞ രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതകത്തിൽ അതിൽ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം കൂടി സന്ദീപ് ഉന്നയിക്കുന്നുണ്ട്. അതിന് കൂടി മറുപടി, എങ്ങനെയാണ് ഈ കൊലക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എന്ന് BJP പറയണം. UAPA ചുമത്തിയ കേസാണ്. അതിൽ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് മുതിർന്ന ഒരു അഭിഭാഷകനെ നിയോഗിച്ചില്ല എന്ന ചോദ്യമാണ് BJPയോട് പകരം ചോദിക്കുന്നത്. ബലിദാനികളുടെ ചിത്രം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേട് എന്തുകൊണ്ട് BJPക്ക് വന്നു എന്ന ചോദ്യം കൂടി സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയുണ്ടോ? അതിന് മറുപടിയുണ്ട് സ്മൃതി. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ആദ്യത്തെ ഭാഗമാകുമ്പോൾ ചോദ്യങ്ങൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കാതെ പറയാൻ അനുവദിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, അത് അനുവദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേവലം പാലക്കാട്ട് അവിടെ സമ്മേളന വേദിയിൽ ഒരു കസേര കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ മറ്റു യഥാർത്ഥത്തിൽ വിഷയം ഇദ്ദേഹമായിരുന്നു പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. ഇദ്ദേഹമായിരുന്നു വയനാട് മത്സരിക്കാൻ യോഗ്യനെന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. സുരേഷ് ഗോപി രാജ്യസഭ MP കഴിഞ്ഞാൽ പിന്നെ അടുത്ത് രാജ്യസഭയിൽ MP ആകേണ്ടത് ഞാനാണ് എന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. K. സുരേന്ദ്രൻ ഇനി സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആകേണ്ടത് ഞാനാണ് എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെയാണ് താൻ അർഹിക്കുന്ന സ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്ന ആളാണ് ഇന്ന് കോൺഗ്രസ്സിലേക്ക് പോയിരിക്കുന്നത്. ഇനി അവിടെ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് VD സതീശനും K. സുധാകരനും രാഹുൽ ഗാന്ധിയൊക്കെ കാണും. കാരണം അതിനൊക്കെ യോഗ്യനാണ് പുള്ളി എന്ന നിലയിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതൊക്കെ അവരനുഭവിച്ചോട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വീരബലിദാനി. ഇയാൾക്ക് നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇയാളെപ്പോലെയുള്ളവൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വീരബലിദാനിയെക്കുറിച്ച് പറയാൻ ഇയാൾക്ക് എന്താ അർഹത? ഞങ്ങളുടെ പ്രസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്നത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വഴികാട്ടികളെന്ന് പറയുന്നത് 200-ൽ പരം വരുന്ന വീരരായിട്ടുള്ള ബലിദാനികളാണ്. ഇതിലൊരു പഞ്ചായത്ത് മെമ്പർ പോലുമാകാതെ, ഒരു പൊതുയോഗത്തിൽ സദസ്സിൽ പോലും ഒരു കസേര ആഗ്രഹിക്കാതെ, അമ്മ മരിക്കുമ്പോൾ ആ നേതാക്കന്മാർ വരുന്നില്ല എന്ന പരിഭവമല്ല, സ്വന്തം ജീവിതം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത 200-ൽ പരം വരുന്ന വീരബലിദാനികളാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണാ സ്രോതസ്സുകൾ. സ്മൃതിക്കറിയോ, 24ാമത്തെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ തുടങ്ങിയതാ ജീവശവങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഭീകരവാദികളും തരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ആ ജീവശവങ്ങളായ സഹപ്രവർത്തകരെ തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടും, അതോടൊപ്പം തന്നെ മോർച്ചറികളിൽ നിന്ന് മരവിച്ച ശവശരീരങ്ങൾ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകരുടെ മരവിച്ച ശവശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടായ ഒരു വ്യക്തിയാണ്. 24ാമത്തെ വയസ്സ് മുതൽ അത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ എത്രയോ ആൾക്കാർ. ശരിയായിരിക്കാം സുരേഷ്. അപ്പോൾ അവിടെയാണ് ചോദ്യം വരുന്നത്. അങ്ങനെ രക്തസാക്ഷിയായ രഞ്ജിത് ശ്രീനിവാസിന് വേണ്ടി വാദിക്കാൻ എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പോയില്ല? സ്മൃതിയുടെ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ ഉത്തരം പറയുന്നത്. അതങ്ങ് കേൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരുടെ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ അർഹമായിട്ടുള്ള അംഗീകാരം കിട്ടാത്ത ആർക്കെന്നറിയോ? സുരേഷിനോ സന്ദീപിനോ K. സുരേന്ദ്രനോ അല്ല. ഞങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ മരിച്ചു വീണ 100 കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ആത്മാവിന്, അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് അവരർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിക്കാതിരിക്കുന്നത്. അവർക്ക് ആ അംഗീകാരം കൊടുക്കലാണ് ഞങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതാണ്. അവർക്ക് കേരളത്തിൻ്റെ അധികാരം കൊടുക്കണം. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ബലിദാനികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അടിയാളനായിട്ട് പോയ സന്ദീപ് വാര്യർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ്റെ കേസ് ഞങ്ങൾ വേണ്ടവണ്ണം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മ്ലേച്ഛമാണ്? ഇയാൾക്കിത് പറയാനുള്ള എന്താ അധികാരമുള്ളത്? ആ കേസിൽ 54 പ്രതികളുണ്ട് സ്മൃതി, 54 പ്രതികളുണ്ട്. ആ പ്രതികളിൽ 9 പേർക്കാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഇന്നും 45 പേർ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടിയിട്ടുള്ള 9 പേർ ആരൊക്കെയാ? 9 പേരെന്ന് പറയുന്നത് പ്രതികൾക്ക് ചായ വാങ്ങിക്കൊടുത്തവർ, പ്രതികൾ വന്നപ്പോൾ അറിയാതെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയവർ, അങ്ങനെ ആ കൊലപാതകവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത,
അതേ സമയത്ത് പ്രതികളെ ഏതെങ്കിലും വിധേനെ സഹായിച്ച് നേരിട്ട് ഇതൊരു കൊലപാതകത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടലാണെന്ന് അറിയാൻ വയ്യാത്ത 9 പേർക്കാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ബാക്കി 45 പേരും വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ അറിയാം. ബലിദാനികളെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാരൻ BJPയെയും RSSനെയും പഠിപ്പിക്കേണ്ട. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ബലിദാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയോ? അത് സന്ദീപ് വാര്യർ ഞങ്ങളോട് പറഞ്ഞു തരണ്ട. ഇനി സന്ദീപ് വാര്യർക്ക് അധികാരവും അവസരവും ഒക്കെ ആവശ്യത്തിന് കിട്ടി. സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയല്ല, ഈ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയാണ്. ശരി, ഈ പാർട്ടിയിൽ നേതാക്കന്മാർ ഉണ്ടാകുന്ന ഒരു ചെറിയ ടേമിനാ 3 വർഷമൊക്കെ, ബാക്കി മുഴുവൻ പ്രവർത്തകരാ. സുരേഷ് നാളെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലാതാകും, പക്ഷേ സുരേഷ് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കും, ഒരു സ്വയം സേവകനായിരിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് 1950 ജനസംഘമായിട്ട് തുടങ്ങി 2024 ഭാരതീയ ജനതാ പാർട്ടിയായിട്ടെത്തിയ ഈ പാർട്ടി ഈ 73 വർഷത്തിനുള്ളിൽ ഒരു പൊട്ടലും ചീറ്റലുമില്ലാതെ ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കാത്ത വിധത്തിൽ ഒറ്റ പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അവസരവാദിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പൊട്ടലും ചീറ്റലുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.